സീരിയൽ കില്ലർ എന്ന കൺസെപ്റ്റ് മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച സിനിമ. മലയാളത്തിലെ മോസ്റ്റ് അണ്ടർറേറ്റഡ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പിൻകാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട സിനിമ. ആ പടം ഒന്ന് റീവിസിറ്റ് ചെയ്താലോ? ഒരു ക്രിസ്മസ് രാത്രിയിൽ സ്നൈപ്പർ ഗണ്ണിൽ നിന്ന് വെടിയേറ്റ് ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു. കൊലയാളി ആരെന്ന് കണ്ടെത്താൻ കേസ് അന്വേഷണത്തിനായി അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിപ്രസാദ് എത്തുന്നു. സിനിമ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഹനൻ കഥ എഴുതി സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച് 1990 റിലീസ് ചെയ്ത മുഖം എന്ന സിനിമയെക്കുറിച്ചാണ്. അന്വേഷണത്തിനിടെ കൊലയാളി സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്ന സീരിയൽ കില്ലറാണെന്ന് ഹരിപ്രസാദിന് മനസ്സിലാവുന്നു. എന്നാൽ കൊലപാതകത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. വഴിവിട്ട ജീവിതം നയിക്കുന്ന സ്ത്രീകളാണ് കൊല്ലപ്പെടുന്നതെന്ന് വരുത്തി അന്വേഷണം വഴിതിരിച്ചുവിടാൻ കില്ലർ ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ വഴിതെറ്റുന്ന നായകൻ പക്ഷേ പിന്നീട് അത് പിടിവള്ളിയാകുന്നു. അന്വേഷണങ്ങൾക്കൊടുവിൽ അയാൾ ആ കൊലപാതകിയുടെ മുഖം കണ്ടെത്തുന്നു. സാധാരണയായി നാം കണ്ടു ശീലിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് പോലീസ് സിനിമയല്ല മുഖം. വ്യത്യസ്തമായി കണ്ട് പരിചിതമല്ലാത്ത രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അതേ കാലത്ത് തന്നെ ഇറങ്ങിയ ഒരു CBI ഡയറി കുറിപ്പിലെയോ ജാഗ്രതയിലെയോ പോലെ ചടുലമായ ഇൻവെസ്റ്റിഗേഷനോ 90s മാസ് പോലീസ് ഹീറോസിനെ പോലെയോ അല്ല മുഖത്തിലെ ACP ഹരിപ്രസാദ്. മലയാളത്തിൽ ഇന്നേ വരെ ഇറങ്ങിയതിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയ പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമയാണിത്. ഹരിപ്രസാദ് എന്ന കഥാപാത്രത്തെ അത്രത്തോളം നാച്ചുറലായി ഒരു പോലീസുകാരനെ പോലെ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പല പോലീസുകാരും പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തമിഴ് നടൻ നാസർ ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച സിനിമ കൂടിയാണ് മുഖം. റിലീസ് സമയത്ത് അത്രയധികം അംഗീകരിക്കപ്പെടാഞ്ഞ സിനിമ ശ്രദ്ധിക്കപ്പെട്ടതും വിലയിരുത്തപ്പെട്ടതും വർഷങ്ങൾക്കിപ്പുറമാണ്. 1990 ഏപ്രിലിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഇറങ്ങിയ മോഹൻലാലിന്റെ തന്നെ സിനിമകളായ ഹിസ് ഹൈനസ് അബ്ദുള്ളയും കടത്തനാടൻ അമ്പുവും അതിലൊരു കാരണങ്ങളാണ്. റിലീസായ കാലത്ത് പടത്തിന്റെ ക്ലൈമാക്സ് എന്നത് അന്നത്തെ കാലത്ത് മലയാളികൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ പിന്നീട് മലയാളത്തിൽ സമാനമായ രീതിയിലുള്ള സിനിമകൾ സംഭവിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വന്ന പല സിനിമകളിലും മുഖത്തിന്റെ റെഫറൻസുകളും ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. കണ്ടവർക്ക് പടം റീവിസിറ്റ് ചെയ്യാവുന്നതാണ്.